ഇന്ന് ഞാനൊരു മീൻ കുളമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പണി ഏകദേശമൊക്കെ കുറച്ച് തുടങ്ങി. അപ്പോൾ കുറച്ച് എത്തിയപ്പോഴാണ് വീഡിയോ എടുത്ത് യൂട്യൂബിലിടാൻ തോന്നിയത്. പിന്നെ അമ്മ പറഞ്ഞു ഈ വീഡിയോ നമുക്ക് യൂട്യൂബിൽ എടുത്തിട്ടില്ലേ, അപ്പോൾ അങ്ങനെ എഴുതിയാണ്ട് യൂട്യൂബിലിടാന്ന് കരുതിയാണ്. അപ്പോൾ അതിന് വേണ്ടതിപ്പോൾ ഒരു ഏകദേശം ഒരു കണക്കിന് കുഴി കുത്തുക, എന്നിട്ട് ഒരു പാകത്തിന് ചെറുതായിട്ട് കുഴി കുത്തുക. എന്നിട്ട് ആ കുഴി കുത്തിയ മണ്ണ് നമ്മളെന്താ കാട്ടുക, ആ മണ്ണ് ഇതുപോലെ ഇങ്ങനെ വെള്ളം നനച്ച് കുഴച്ചാണ്ട് ഇതുപോലെ കെട്ടിയെടുക്കുക, ചുറ്റിനും കെട്ടിയെടുക്കുക. എന്നിട്ട് ഞാൻ കാട്ടിത്തരാം എങ്ങനെയാണ് ആക്കണത് എന്ന്. ഇതിപ്പോൾ ഞാനവിടെ കുഴിച്ചെടുത്ത മണ്ണാണ്. ഈ മണ്ണ് നമ്മൾ ഒരു ചട്ടിക്ക് എന്തൊക്കെയിലൊക്കെ വാരി ഇങ്ങനെ എടുക്കുക ഈ മണ്ണ്. ഇങ്ങനെ വാരി എടുത്തിട്ട് നമ്മൾ ലേശം വെള്ളം എടുത്തിട്ട് ആ വെള്ളം ഒഴിച്ചാണ്ട് ഇതുപോലെ മിക്സാക്കി എടുക്കുക. ഒരു ഒട്ടണ രീതിക്കാക്കി മിക്സാക്കി. ഇതിപ്പോൾ വെട്ടല് മണ്ണാണ്. മണ്ണിപ്പോൾ നിങ്ങൾ എവിടെ കുഴിച്ചാലും അതുപോലെ ഒന്ന് കാട്ടിയാൽ മതി. ഇതുപോലെ അങ്ങനെ മിക്സാക്കി എടുക്കണം. ഏകദേശം ഇപ്പോൾ ഒരു ഒട്ടുന്ന രീതി ആയിട്ടുണ്ട്. ഇനി നമ്മളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബണ്ട് പോലെ ഇങ്ങനെ ആ മീൻകുളത്തിൻ്റെ ചുറ്റും കെട്ടാക്കി എടുക്കുക. അപ്പോൾ കുറച്ച് കുണ്ടായി വരും. ഞാൻ കാട്ടിത്തരാം. ഇതുപോലെ അങ്ങനെ മണ്ണ് ഇതിന്ന് എടുത്താണ്ട് ഇവിടെ ഈ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് കുണ്ടേ കുത്തിയിട്ടുള്ളൂ, അതിനാണ് ഇപ്പോൾ ഇങ്ങനെ കാട്ടുന്നത്. ഓവർ കൊണ്ടുത്തണ്ട. ഇപ്പോൾ അതിൻ്റെ അടിയിൽ എവിടെയും പൈപ്പ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കുറച്ച് കൊണ്ടുത്തി ബാക്കി ഇങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കരുതിയത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് നമ്മളിങ്ങനെ ഒന്നിങ്ങനെ ഉറപ്പിച്ച് കൊടുക്കുക. മണ്ണിങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ഉറപ്പിച്ച് കൊടുത്താൽ ഇതിവിടെ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ സെറ്റായി നിന്നോളൂ. അപ്പോൾ ഇങ്ങനെ കാട്ടുക. ഇങ്ങനെ കാട്ടിയപ്പോൾ ഇത് ഇങ്ങനെ കുണ്ടായി വരും. അതിനാണ് ഇത് നമ്മൾ സൈഡിൽ ഇങ്ങനെ മണ്ണ് കുഴച്ചാണ്ട് കെട്ടിയത്. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ചും പാടെ കുണ്ടിന് ആയം കൂടി. ഇനിയിപ്പോൾ അത് ഒന്നുണങ്ങണം. കാല കണ്ടോട്ടെ. ഇനി നമ്മളിത് ഇപ്പോൾ ബണ്ട് എല്ലായിടത്തും ഇങ്ങനെ കെട്ടി. ഇനി നമ്മൾ വെള്ളം ഇങ്ങനെ ആക്കിയാണ്ട് ഒരു നെയ്സിന് വേണ്ടി വെള്ളം ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ മണ്ണ് കുറച്ചൊന്ന് ഉറച്ചോളും. അതിന് വേണ്ടി ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. എല്ലാ മണ്ണൊന്നും ഇങ്ങനെ കാട്ടേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾ കുഴി കുത്തണ മണ്ണിന് അനുസരിച്ചേക്കാരും. ഇതിപ്പോൾ എൻ്റെ വരയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ വെട്ടല് പാറ മാതിരിയാണ്. അപ്പോൾ ഇവിടെ ഒരു നെയ്സ് കിട്ടാൻ വേണ്ടിയാണ്, സിമൻറ്റ് കൊണ്ടാണ് കുളം ശരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ സിമൻറ്റ് ആക്കുമ്പോൾ ഒരു നെയ്സ് കിട്ടാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ വെള്ളം ഒഴിച്ച് ആക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സൈഡൊക്കെ ഒന്ന് സൈഡും മടിയൊക്കെ വെള്ളം ഒഴിച്ചാണ്ട് ഒന്ന് നൈസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നാണ്ട് ഉണങ്ങിയിട്ട് നമുക്ക് സിമൻറ്റും മണലും കൂട്ടിയാണ്ട് തേച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല കുറച്ചൊക്കെ ഉണങ്ങിയിരിക്കണേ. ഇനി നമുക്ക് തേച്ച് തുടങ്ങാം. കുട്ടിൻ്റെ ഗപ്പിക്കുളം സെറ്റാക്കി. ഇതാണ് ഞാൻ മണ്ണും കൂട്ടിയത് ശരിയായാണെങ്കിൽ എന്താ സ്പീഡ് അത് സൗണ്ടളെ.
മേത്തെ ചെയ്യാൻ പോവാനോ? അവനെപ്പ പറഞ്ഞു എന്നോട് ഓരോ മണ്ടന്മാര് കൈ കൊണ്ടാവും തേമ്പണ്. നാടൻ എപ്പിക്കോണം ലേമ, നാടൻ ഉള്ളി, നാടൻ ഉള്ളി സിമ്പിൾ. ഇപ്പോൾ നമ്മൾ ഈ കുളം മൊത്തം ഒന്ന് സിമൻറ്റും മണലും കൂട്ടി തേച്ചെടുത്തിട്ടുണ്ട്. ഇത് തേക്കാൻ ഞാൻ 3 ചട്ടി എംസാൻഡും 1 ചട്ടി സിമൻറ്റുമാണ് ഉപയോഗിച്ചത്. അളവ് നിങ്ങളെ ഇഷ്ടത്തിന് എടുക്കാം. ഞാൻ ഈ അളവാണ് ഉപയോഗിച്ചത്. ഇനി ഇത് ഒരു ദിവസത്തിന് ഉണങ്ങാൻ ഒരു ദിവസം കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോഴേക്കും ഇത് ഉണങ്ങിയിരിക്കും. ഞാൻ ഇത് ഒരു സിമൻറ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് കുറുക്കിയെടുത്താണ്. ഇത് നമുക്ക് മെയിൻ കുളത്തിൻ്റെ ചുറ്റിനും ഒന്ന് ഇന്നലെ തേച്ച ഭാഗം ചുറ്റിനും ഒന്ന് തേച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ കുറച്ച് തേച്ചിട്ടുണ്ട്. ഇനി ബാക്കിയും പാടെ നമുക്ക് തേച്ചെടുക്കുന്നത് ഞാൻ എങ്ങനെ കാട്ടിത്തരാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും പാടെ ഇതിലേറെ ലൂസാക്കിയിട്ട് ബ്രഷ് വെച്ച് തേക്കാം. ഞാനിതിപ്പോൾ ഒരു പാകത്തിന് ലൂസാക്കി കൈ കൊണ്ടാണ് തേച്ച് കൊടുക്കുന്നത്. ഇതുപോലെ നമുക്കിത് മുഴുവനായും തേച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ മീൻകുളത്തിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിന് അലങ്കാരത്തിന് വേണ്ടി ഇതിൻ്റെ ചുറ്റിനും പുഴയിൽ പോയി കല്ല് പെറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലൂടെ 5 ചട്ടി ചെടികളും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ 4 ചുറ്റിനുമായി ഞാൻ കച്ചോലം എന്ന ചെടി വെച്ചിട്ടുണ്ട്. ഇത് വെച്ചാൽ പാമ്പും ഇഴജന്തുക്കളൊന്നും വരില്ല. പിന്നെ ഇത് വയറുവേദന സംബന്ധമായ അസുഖങ്ങൾക്ക് ഇതിൻ്റെ അടിയിലുള്ള കിഴങ്ങ് ചതച്ച് അതിൻ്റെ നീര് കുടിച്ചാൽ വയറുവേദന അങ്ങനത്തെ അസുഖങ്ങൾ മാറുന്നതുമാണ്. പിന്നെ ഞാൻ ഈ കുളത്തിൽ 3 ദിവസം വെള്ളം നിറച്ചിട്ടിരുന്നു. അതിൻ്റെ പുളിപ്പും പിന്നെ അത് പുളിപ്പ് മാറാനും പിന്നെ അതിന് നല്ല ഉറപ്പ് കിട്ടാനും വേണ്ടി. ഇനി ഇതിലേക്ക് വെള്ളം നിറച്ച് നമുക്ക് മീനുകളെ ഇടാം. ഇതിൻ്റെ പഴയ ഗപ്പികളാണ്. എന്താ പറയുക, ഇതിൽ വെള്ളമൊന്നും അധികം നിർത്താൻ പറ്റില്ല, മീനുകൾ ചാടാണ്. അപ്പോൾ ഇതിൽ സ്ഥലമില്ലാന്ന് തോന്നിയോണ്ടാണ് പുതിയ കുളം ഞാൻ ഉണ്ടാക്കിയത്. ഇനി നമുക്ക് മീനുകളെ ഇതിൽ നിന്നും മാറ്റി പുതിയ കുളത്തിലേക്ക് ഇടാം. ഇതും ഞാൻ വീട്ടിൽ തന്നെ നിർമ്മിച്ചതാണ്. ഒരു 2 ബേസ് കൊണ്ട് നിർമ്മിച്ചതാണ്. കണ്ടോ, നല്ല കട്ടിയിലാണ് ബേസിൻ്റെ ആകൃതിയിൽ നല്ല കട്ടിയിൽ ഉണ്ടാക്കിയതാണിത്. ഇത് പെയിൻ്റ് അടിച്ചിരുന്നു. പിന്നെ ആ പെയിൻറ് കുറേയൊക്കെ പോയി, അതാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ മീൻകുളത്തിലേക്ക് മീനും എല്ലാം ഇട്ട് സെറ്റാക്കി എടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ
ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കുളം നിർമ്മിക്കുന്നതിൽ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. പിന്നെ നിങ്ങൾ എൻ്റെ ഉമ്മാൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ ഉമ്മാൻ്റെ ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും വേണം.